Next topic, mechanism of enzyme action, that is how an enzyme works. ഈ ഒരു പോർഷൻ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ എൻസൈം കാറ്റലിസിസ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ലിവിങ് സിസ്റ്റം. അതായത് ഒരു ജീവിയിൽ, ഒരു ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന പല ആക്ഷൻസും, ഒരു കൈൻ്റെ മൂവ്മെൻറ്റ്, ഒരു മസിൽ കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഡൈജഷൻ, ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നടക്കുന്നത് എൻസൈമിൻ്റെ സഹായത്തോടെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ട്, ലിവിങ് സിസ്റ്റത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള റേറ്റിൽ ഈ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. സപ്പോസ് നമ്മുടെ കൈ ഇങ്ങനെ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ, കൈ ഞാൻ തന്നെ ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം പാൻ എടുക്കുന്നു, താഴെ വയ്ക്കുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു സ്പീഡിൽ നടക്കുന്നത് എൻസൈമിൻ്റെ സഹായത്തോടെയാണ്. അതല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ എൻസൈം എന്താണ് ചെയ്യുന്നത്, ഒരു റിയാക്ഷനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒരു സെല്ലിൻ്റെ ഉള്ളിലത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു സെല്ലുലാർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഒട്ടും ഫേവറബിൾ അല്ലാത്ത ഒരു കണ്ടീഷനാണ്, അൺഫേവറബിൾ കണ്ടീഷനാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു റിയാക്ഷൻ നടക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് എൻസൈമിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. എൻസൈം എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു എൻസൈം ഇവിടെ വന്ന് ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ട്രേറ്റിനെ സെല്ലുലാർ എൻവയോൺമെൻറ്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് റിയാക്ഷൻ നടക്കാൻ സഹായകരമായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലാണ് നടക്കുന്നത്. ഇങ്ങനെയായിരിക്കില്ല എപ്പോഴും. എൻസൈമിൻ്റെ സൈസ് വളരെ വലുതും സബ്സ്ട്രേറ്റ് വളരെ ചെറുതുമായിരിക്കും. അപ്പോൾ ഒരു പോക്കറ്റ് പോലെയാണ് ഈ ആക്റ്റീവ് സൈറ്റ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്ട്രേറ്റ് ചെന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു റിയാക്ഷൻ നടക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഈ എൻസൈം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എൻസൈമിൻ്റെ ഫങ്ഷൻ എന്താ? ഏതൊരു റിയാക്ഷനെയും സ്പീഡപ്പ് ആക്കുക, അതിൻ്റെ റേറ്റ് ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻസൈമിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഏതൊരു റിയാക്ഷൻ സിസ്റ്റത്തിലും ഫ്രീ എനർജി ഉണ്ടാവും. എന്താ ഫ്രീ എനർജി? The energy available for a reaction to occur. ഒരു റിയാക്ഷൻ സിസ്റ്റം. അപ്പോൾ റിയാക്ഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കണമല്ലോ. ആ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഏതൊരു പ്രവൃത്തിക്കും എനർജി വേണം അല്ലേ? അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കാൻ നമുക്ക് കുറച്ച് എനർജി ആവശ്യമുണ്ടല്ലോ. ആ സിസ്റ്റത്തിൽ എത്ര എനർജി ഈ ഒരു റിയാക്ഷൻ നടത്താനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ആ എനർജീനെയാണ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ദ എനർജി വിച്ച് ഈസ് അവൈലബിൾ ഫോർ എ റിയാക്ഷൻ ടു ഒക്വർ. ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൽ ഒരു റിയാക്ഷൻ നടക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ എനർജി, അതാണ് ഫ്രീ എനർജി. ഫ്രീ എനർജീനെ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ജി, ക്യാപിറ്റൽ ലെറ്റർ ജി. ഒരു റിയാക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇപ്പോൾ ഇത് സബ്സ്ട്രേറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് നമ്മളിങ്ങനെ എടുത്തു, റിയാക്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് സബ്സ്ട്രേറ്റ് നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് പറയുന്ന പേര് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ സബ്സ്ട്രേറ്റ് ഉണ്ട്, സബ്സ്ട്രേറ്റ് റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റായിട്ട് മാറി. ചില റിയാക്ഷനിൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആവുമ്പോൾ ഫ്രീ എനർജി റിലീസ് ചെയ്യും. ഫ്രീ എനർജി റിലീസ് ചെയ്യും. അത്തരത്തിലുള്ള എനർജി റിലീസിങ് റിയാക്ഷനെ എക്സർഗോണിക് റിയാക്ഷൻ എന്നാണ് പറയുക. എക്സർഗോണിക് റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ഷനിൽ എനർജി പുറത്തേക്ക് വിടും എന്ന് പറയുമ്പോൾ ഹീറ്റ് ഫോമിലാണ് സാധാരണ എനർജി റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കൂന കൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ചവറ് ഇങ്ങനെ ചുമ്മാ ഒന്ന് പൊന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ അത് ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ടല്ലോ, ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സർഗോണിക് റിയാക്ഷനാണ്.
പുറത്തേക്ക് ചൂടിനെ വിടുന്നത്, റിലീസ് ചെയ്യുന്നത്. ഇനി ചില റിയാക്ഷനിൽ എനർജി റിലീസ് ചെയ്യല്ല ചെയ്യുക, അവർ ഉള്ളിലേക്ക് എനർജീനെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുക റിയാക്ഷന്. അത്തരത്തിലുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് എൻഡർഗോണിക് റിയാക്ഷൻ. എൻഡർഗോണിക് റിയാക്ഷൻ ആണ് എൻഡർഗോണിക് റിയാക്ഷൻ. അപ്പോൾ എന്തായിരുന്നു എക്സർഗോണിക് റിയാക്ഷനും എൻഡർഗോണിക് റിയാക്ഷനും? എക്സർഗോണിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് ഫ്രീ എനർജി അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എനർജി ഓഫ് പ്രോഡക്റ്റ് will be less than the energy of substrate. ഇത് ഞാൻ ഷോർട്ട് ഫോമായിട്ട് എഴുതിയത് കേട്ടോ, ഇത് എക്സാമിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ എക്സർഗോണിക് റിയാക്ഷനിൽ എനർജി റിലീസ് ചെയ്യും, അതുകൊണ്ട് പ്രോഡക്റ്റിൽ ഉള്ള എനർജി സബ്സ്ട്രേറ്റിൻ്റെ എനർജിയേക്കാളും കുറവായിരിക്കും. ഇനി എൻഡർഗോണിക് റിയാക്ഷനിൽ എന്താ ചെയ്യുന്നത്? എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എനർജി ഓഫ് പ്രോഡക്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ എനർജി ഓഫ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, എനർജി പ്രോഡക്റ്റിൻ്റെ എനർജിയും സബ്സ്ട്രേറ്റിൻ്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ്, ആ ചേഞ്ച് ഇൻ ഫ്രീ എനർജി, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഡെൽറ്റ ജി. അപ്പോൾ എക്സർഗോണിക് റിയാക്ഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ജി ഈക്വൽ ടു നെഗറ്റീവ്. എന്തുകൊണ്ടത്? പ്രോഡക്റ്റിൻ്റെ എനർജി സബ്സ്ട്രേറ്റിനേക്കാളും കുറവാണ്. എന്താ ഡെൽറ്റ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീ എനർജി കണ്ടൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ ജി എക്സർഗോണിക് റിയാക്ഷനിൽ നെഗറ്റീവ് ആയിരിക്കും. എൻഡർഗോണിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിലാണ് എനർജി കൂടുതൽ സബ്സ്ട്രേറ്റിനേക്കാളും. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സെല്ലിൽ നടക്കുന്ന അനാബോളിക് റിയാക്ഷൻസ് എല്ലാം അനാബോളിക് റിയാക്ഷൻ. എന്താ അനാബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ബയോസിന്തറ്റിക് റിയാക്ഷൻ. ബയോസിന്തറ്റിക് റിയാക്ഷൻസ് എല്ലാം തന്നെ എൻഡർഗോണിക് റിയാക്ഷൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അനാബോളിക് റിയാക്ഷൻസിനെല്ലാം ഡെൽറ്റ ജി അല്ലെങ്കിൽ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി കാറ്റാബോളിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതെന്താ? അത് ബ്രേക്ക് ഡൗൺ ആണ്. ലാർജ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോൾ സബ് യൂണിറ്റ്സ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എക്സർഗോണിക് റിയാക്ഷൻ ആണ്. അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൽ ഫ്രീ എനർജി പോലെ തന്നെയുള്ള മറ്റൊരു ഫാക്ടറാണ് എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് കണ്ടൻറ്റ്. ഒരു സിസ്റ്റത്തിലുള്ള ഹീറ്റ് കണ്ടൻറ്റ്. അപ്പോൾ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ എത്രമാത്രം വർക്ക് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എനർജി റിലീസ് ചെയ്യും അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുമെന്ന്. അപ്പോൾ എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് ഹീറ്റായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ, അതായത് ഒരു റിയാക്ഷൻ സിസ്റ്റം ഇനീഷ്യലി ഉള്ള ഹീറ്റ് കണ്ടൻറ്റും ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഹീറ്റ് കണ്ടൻറ്റും കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് എത്രമാത്രം വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഉള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ എൻതാൽപ്പി ഈസ് ഡിനോട്ടഡ് ബൈ എച്ച് ആൻഡ് ചേഞ്ച് ഇൻ ദ ഹീറ്റ് കണ്ടൻറ്റ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച് ഫ്രീ എനർജി ചേഞ്ച് പോലെ തന്നെ ഹീറ്റ് കണ്ടൻറ്റ് ചേഞ്ച് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് ആണ്. എങ്ങനെയാണ് ഇനി എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പി വി.
അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി, ഇ എന്ന് പറയുന്നത് ആ റിയാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എനർജി, ഇൻറ്റേർണൽ എനർജി. P is equal to pressure. And V is equal to total volume of the system. ആ റിയാക്ഷൻ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ വോളിയം. അപ്പോൾ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കണ്ടുല്ലോ, ഇ പ്ലസ് പി വി. ഫ്രീ എനർജി ഡിപ്പെൻഡ് ചെയ്തിട്ട് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടു, എൻഡർഗോണിക് റിയാക്ഷൻ ആൻഡ് എക്സർഗോണിക് റിയാക്ഷൻ. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ഹീറ്റ് കണ്ടൻറ്റ് ഓർ ബേസ്ഡ് ഓൺ എൻതാൽപ്പി ദർ ആർ ടു ടൈപ്സ് ഓഫ് റിയാക്ഷൻ സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് എൻഡോതെർമിക് സിസ്റ്റം. എൻഡോതെർമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്സ് അപ്പ് ഹീറ്റ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സോതെർമിക് റിയാക്ഷൻ സിസ്റ്റം. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താ, റിലീസസ് ഹീറ്റ്, ഹീറ്റിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഫ്രീ എനർജി ചേഞ്ച് പോലെ തന്നെ ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ സിസ്റ്റത്തിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. എന്താ ഡെൽറ്റ എച്ച്? ഒരു എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി എന്ന് പറയുന്നത് ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റമാണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ്റെ തുടക്കത്തിലും അവസാനത്തിലും വരുന്ന ഹീറ്റ് കണ്ടൻറ്റിൻ്റെ വ്യത്യാസം, ദ ചേഞ്ച് ഇൻ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ റിയാക്ഷൻ സിസ്റ്റം, അതാണ് ഡെൽറ്റ എച്ച്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവും എക്സോതെർമിക്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവും ആയിരിക്കും. നെക്സ്റ്റ് ഫാക്ടർ ഇൻ എ റിയാക്ഷൻ സിസ്റ്റം ഈസ് എൻട്രോപ്പി, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എസ്. So what is entropy? It is degree of disorder or degree of randomness. ഏതൊരു സിസ്റ്റവും ഡിസോർഡർ ആയിട്ടിരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിപ്പോൾ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലുള്ള 3 കമ്പോണൻസ് ആണിത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വളരെ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ എപ്പോഴും അതിന് ഒരു എഫിനിറ്റി, അത് ഡിസോർഡർ ആയിട്ടിരിക്കാനായിരിക്കും, അത് ഏതൊരു ലിവിങ് സിസ്റ്റത്തിനും. അപ്പോൾ അതായത് ഒരു ഫ്രീ കണ്ടീഷനിൽ ഞാനിപ്പോൾ കൈയെടുത്തപ്പോൾ എന്താ ഉണ്ടായത്, അത് ഓർഡറൊക്കെ പോയി അല്ലേ, ഡിസോർഡറായി. അപ്പോൾ ഇങ്ങനെ ഡിസോർഡർ ആവാൻ അതൊരു എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഒരിക്കലും ഒരു യൂസ്ഫുൾ വർക്കിനായിട്ട് ഉപകരിക്കില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എന്താണ് ഈ റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർ, ഒരു സിസ്റ്റത്തിൽ വരുന്ന ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന എല്ലാ ആക്ടിവിറ്റിയും ഈ എൻട്രോപ്പിയുടെ റിസൾട്ടാണ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല ചൂടുള്ളൊരു കപ്പ് ചായ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തണുക്കും. ആ തണുക്കുന്നത് ഈ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ്, അതായത് എൻട്രോപ്പിയുടെ റിസൾട്ടാണ്. എൻട്രോപ്പിക്ക് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താ അത്? എനർജി that is not available for useful work. So entropy എന്ന് പറയുന്നത് degree of randomness or degree of disorder of a system, and it is the energy that is not available for useful work. ഇനി നമുക്ക് ഈ എൻട്രോപ്പി, എൻതാൽപ്പി, ഫ്രീ എനർജി ഇതിന് മൂന്നിനും റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. That is delta G is equal to delta H minus T delta S. So delta H എന്ന് പറയുന്നത് enthalpy, T means temperature, it is constant, and delta S is equal to entropy. ഡെൽറ്റ ജി ആണ്, അതായത് ഫ്രീ എനർജി ആണ് നമുക്ക് കാണേണ്ടത്. ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിലെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ pH is equal to 7, temperature 25 degrees Celsius, solute concentration
equal to 1 molar and pressure of gas, ഏതൊരു ഗ്യാസ് ഉണ്ടെങ്കിലും അതിൻ്റെ പ്രഷർ 1 atom. ഇതാണ് ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിലെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലോവറിംഗ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഇതാണ് ഒരു എൻസൈമിൻ്റെ ഫങ്ഷൻ, ലോവറിംഗ് ഓഫ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആദ്യം ആക്ടിവേഷൻ എനർജി എന്താണെന്നറിയണം അല്ലേ. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ഇറ്റ് ഷുഡ് ഓവർകം ആൻ എനർജി ബാരിയർ. അതായത് ഒരു പെർട്ടിക്കുലർ എനർജി ലെവലുണ്ട്, ആ എനർജി ലെവലിലേക്ക് ഈ സബ്സ്ട്രേറ്റ് എത്തപ്പെട്ടാൽ മാത്രമേ അതിന് പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് സബ്സ്ട്രേറ്റ് ഇവിടെ, ഓക്കെ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇതാണ് സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവൽ. ഈ എനർജി ലെവലിൽ നിന്ന് ഒരു ഹയർ എനർജി ലെവലിലേക്ക് ഈ സബ്സ്ട്രേറ്റ് എത്തിയാൽ മാത്രമാണ് അതിന് പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എനർജി ഇത് ഒരു എനർജി ബാരിയറാണ്. അതായത് ഇത്രയും എനർജിയിലേക്ക് ഈ സബ്സ്ട്രേറ്റ് എത്തണം, ഈ ഒരു എനർജി ലെവലിലേക്ക്. അങ്ങനെ ഈ സബ്സ്ട്രേറ്റ് ഈ ഒരു ഹയർ എനർജി ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനർജി ബാരിയറിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റിന് എന്ത് സംഭവിക്കും? ബോൺ ഫോർമേഷൻ ഓർ ബ്രേക്കേജ് നടക്കും. അലൈൻമെൻറ്റ്, റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സൈഡ് ഗ്രൂപ്പ്സ് സബ്സ്ട്രേറ്റിൽ സംഭവിക്കും. അങ്ങനെ ഈ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറും. അതായത് കുറേ മോളിക്കുലാർ റീഅറേഞ്ച്മെൻറ്റ്സ് നടക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്ന ആ ഒരു അവസ്ഥ, അപ്പോൾ അത് സബ്സ്ട്രേറ്റും അല്ല പ്രോഡക്റ്റും അല്ല, സബ്സ്ട്രേറ്റിൽ മോളിക്കുലാർ റീഅറേഞ്ച്മെൻറ്റ്സ് നടക്കുകയാണ്. ആ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. എന്താ ട്രാൻസിഷൻ സ്റ്റേറ്റ്? ഒരു സബ്സ്ട്രേറ്റ് ഹയർ എനർജി ലെവലിൽ എത്തിക്കഴിയുമ്പോൾ, ഒരു എനർജി ബാരിയർ ഉണ്ടല്ലോ, ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അതിൽ കുറേ മോളിക്കുലാർ റീഅറേഞ്ച്മെൻറ്റ്സ് നടക്കും. അതായത് ചില ബോൺസ് ഫോം ചെയ്യും, ചിലത് ബ്രേക്ക് ചെയ്യും, ചിലപ്പോൾ സൈഡ് ഗ്രൂപ്പ്സ് റീഅറേഞ്ച് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കും. എന്നിട്ടാണ് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റും അല്ല പ്രോഡക്റ്റും അല്ല. ഓക്കെ, ആ ഒരു സ്റ്റേറ്റിനെ പറയുന്നതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒരിക്കലും ഒരു ഇൻ്റർമീഡിയറ്ററി കോമ്പൗണ്ട് അല്ല കേട്ടോ. അതിന് സ്റ്റെബിലിറ്റി ഒട്ടുമില്ലാത്ത ഒരു അവസ്ഥ മാത്രമാണ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ പ്രോഡക്റ്റ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് സബ്സ്ട്രേറ്റ് ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ഒരു സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവൽ, ആ എനർജി ലെവലും ഒരു സബ്സ്ട്രേറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി ലെവലും തമ്മിലുള്ള വ്യത്യാസമാണ് ആക്ടിവേഷൻ എനർജി. സോ വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി? ദ ഡിഫറൻസ് ഓഫ് എനർജി ലെവൽ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിനുള്ള എനർജി എത്രയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ എനർജി എത്രയാണ്, ആ രണ്ട് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ടിവേഷൻ എനർജി. ക്ലിയർ ആയോ? അപ്പോൾ ആക്ടിവേഷൻ ഒരു റിയാക്ഷനിൽ ആക്ടിവേഷൻ എനർജി കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് എനർജി ബാരിയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ സ്ലോ ആയിരിക്കും. എന്തുകൊണ്ടാണ്? സബ്സ്ട്രേറ്റിന് അത്രയും എനർജിയിൽ എത്തണം, എന്നാൽ മാത്രമേ അതിന് പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. സ്ലോ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് എൻസൈമിൻ്റെ പ്രസക്തി. എൻസൈം എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ എൻസൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ആക്ടിവേഷൻ എനർജി ഇത്രയായിട്ട് കുറയ്ക്കും. അപ്പോൾ ഈ കാണുന്നത് അൺകാറ്റലൈസ്ഡ് റിയാക്ഷനാണ്. കാറ്റാലിസിസ്, എൻസൈം കാറ്റാലിസിസ് നടത്താത്ത റിയാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ട്രേറ്റിന് ഇത്രയും എനർജി ലെവലിൽ എത്തിയാൽ മാത്രമേ പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റുള്ളൂ. പക്ഷേ എൻസൈം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? എൻസൈം ഈ ആക്ടിവേഷൻ എനർജിയുടെ ലെവൽ കുറയ്ക്കും. അതായത്
ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് വളരെ കുറച്ച് എനർജി റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റിന് പ്രോഡക്റ്റ് ആവാൻ പറ്റും. അതാണ് ലോവറിങ് ഓഫ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഒരു എൻസൈം എന്താ ചെയ്യുന്നത്? ഇറ്റ് ലോവേഴ്സ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? റിയാക്ഷൻ റേറ്റ് സ്പീഡപ്പ് ആവും. സോ ഹയർ ആക്ടിവേഷൻ എനർജി മീൻസ് the reaction is slower. Lower activation energy means the reaction will be faster. ഇനി നമുക്ക് മെക്കാനിസം, 3 മെക്കാനിസമാണ് എൻസൈം ആക്ഷന് പറയുന്നത്. ആ 3 മെക്കാനിസവും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്. ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് വാസ് പ്രപ്പോസ്ഡ് ബൈ പോൾ ഫിൽസ് ആൻഡ് D.D. വുഡ്. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തസിസിൽ എന്താ പറയുന്നത് വെച്ചാൽ ദർ ഇസ് എ സ്പെസിഫിസിറ്റി ബിറ്റ്വീൻ എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ്. എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിയാണ് പറയുന്നത്. അതായത് ഒരു പൂട്ട് ഒരു താക്കോൽ വെച്ചല്ലേ തുറക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു സ്പെസിഫിസിറ്റി ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ ഒരു സബ്സ്ട്രേറ്റിന് ആ ഒരു പെർട്ടിക്കുലർ എൻസൈമിന് മാത്രമേ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആക്റ്റീവ് സൈറ്റിൻ്റെ സ്പെസിഫിസിറ്റി ഒക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. എങ്ങനെയാണ് ആ സ്പെസിഫിസിറ്റി വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നമുക്കിനി അടുത്തേക്ക് പോവാം. അടുത്തത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ്. Induced fit hypothesis was proposed by Daniel Koshland. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി പ്രകാരം ഒരു എൻസൈമിൽ ഒരു സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ എൻസൈമിന് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൽ ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈമിൻ്റെ ചില ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ആ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ എത്തും. എങ്ങനെ? എൻസൈമിൽ ചെറിയ കൺഫർമേഷണൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അതിൻ്റെ പ്രോപ്പർ പൊസിഷനിലെത്തും. അങ്ങനെ അത് പ്രോപ്പർ പൊസിഷൻ, അതിൻ്റേതായ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ എൻസൈമിന് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഒരു റിയാക്ഷന് കാറ്റലൈസ് ചെയ്യാൻ ഈ എൻസൈമിന് സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷന് ഈ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് മൈക്കിൾസ് മെൻഡൻ തിയറി. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മൈക്കിൾസ് മെൻഡൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് കാണാറുണ്ട്. മെക്കാനിസം ഓഫ് എൻസൈം ആസ് സച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഈ മൈക്കിൾസ് മെൻഡൻ തിയറി എടുത്ത് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഷോർട്ട് എസ്സേ അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ മൈക്കിൾസ് മെൻഡൻ തിയറിയിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു എൻസൈം will react with a specific substrate. ഒരു എൻസൈമിന് അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഈ എൻസൈമും സബ്സ്ട്രേറ്റും റിയാക്ട് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആൻഡ് ദ റേറ്റ് വിത്ത് വിച്ച് ദിസ് റിയാക്ഷൻ ഒക്കേഴ്സ്, അതായത് എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആ റിയാക്ഷൻ റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് K1 എന്നാണ്, അക്കോർഡിംഗ് ടു മൈക്കിൾസ് മെൻഡൻ തിയറി. ഇനി ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഒന്നുമില്ലെങ്കിൽ തിരിച്ച് അത് എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് ഡിസോസിയേറ്റ് ആവാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ the reaction rate of this reaction, backward reaction, enzyme substrate complex enzyme substrate ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ആ റിയാക്ഷൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് K2. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് റിയാക്ഷൻ, the formation of enzyme substrate complex, it is a reversible reaction.
ഡിസോസിയേറ്റ് ചെയ്യാമല്ലോ തിരിച്ച്, എൻസൈമും സബ്സ്ട്രേറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഫാസ്റ്റ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റും ആണ് റിവേഴ്സിബിളും ആണ്. അല്ലെങ്കിൽ വേറൊരു സാധ്യത പിന്നെ എന്താ ഉള്ളത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്? ഇറ്റ് ക്യാൻ പ്രൊസീഡ് ടു ദ ഫോർമേഷൻ ഓഫ് enzyme product complex which later dissociate to form enzyme and product. അപ്പോൾ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്ന ഈ ഒരു സ്റ്റേജ്, ഇതിൻ്റെ റിയാക്ഷൻ റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് K3. വൺസ് ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരിച്ച് സബ്സ്ട്രേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അവിടെ. സോ ഈ ഒരു സ്റ്റേജ്, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നതും പിന്നീട് ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതും ഇറ്റ് ഈസ് എ സ്ലോ റിയാക്ഷൻ ആൻഡ് ഈസ് ഇറിവേഴ്സിബിൾ. ഇതാണ് മൈക്കിളിസ് മെന്റൻ തിയറി പറയുന്നത്. ആൻഡ് ദിസ് വൺ, ദിസ് ഈസ് നോൺ ആസ് മൈക്കിളിസ് മെന്റൻ ഇക്വേഷൻ. K1, K2, K3 ഒക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് സിംപ്ലി ദ റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി. സോ അക്കോർഡിംഗ് ടു മൈക്കിളിസ് മെന്റൻ തിയറി ദർ ആർ three steps in an enzyme catalysis. So first step എന്ന് പറയുന്നത് എൻസൈമിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് റിവേഴ്സിബിൾ. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവൽ, നമ്മളൊരു എനർജി ബാരിയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു എനർജി ലെവലിലേക്ക് ഈ സബ്സ്ട്രേറ്റിന് റേസ് ചെയ്യണം, ഉയർത്തണം. അപ്പോൾ എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ ആക്ടിവേഷൻ എനർജി എന്തായാലും കുറവായിരിക്കും. പക്ഷേ എങ്കിലും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹയർ എനർജി ലെവലിലേക്ക് ഈ സബ്സ്ട്രേറ്റ് മാറണം. സോ അങ്ങനെ എനർജി ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ഉള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ ആക്ടിവേറ്റഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഫോം ചെയ്ത് ജസ്റ്റ് ബൈൻഡ് ചെയ്തപ്പോൾ ഫോം ചെയ്ത എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, അതിൽ നിന്ന് ആക്ടിവേറ്റഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് ഇത് മാറും. എങ്ങനെയത് അതിന് എനർജി ഗെയിൻ ചെയ്യും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന്, ഇനീഷ്യൽ എനർജി ലെവലിൽ നിന്ന് ഈ ഒരു റിയാക്ഷൻ്റെ എനർജി ബാരിയറിൻ്റെ ലെവലിലേക്ക് ഇതിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവൽ റേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കാനുള്ള സമയം എൻസൈം പ്രൈമറി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആക്ടിവേറ്റഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആവാനുള്ള ടൈം എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രയാണോ ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി അതനുസരിച്ച് അതിൻ്റെ ഒരു റിയാക്ഷൻ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആക്ടിവേറ്റഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി പിന്നീട് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറുന്നതാണ്. അതായത് പ്രോഡക്റ്റ് എൻസൈമിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അത് ആ ഒരു മീഡിയം സെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ എൻസൈം ഇവിടെ ഫ്രീ ആയി. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ സ്റ്റെപ്പൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സബ്സ്ട്രേറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ ഇത് മൂന്നുമാണ് ഒരു എൻസൈം റിയാക്ഷൻ മെക്കാനിസത്തിൽ മൈക്കിളിസ് മെന്റൻ തിയറി പ്രകാരം സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ എഴുതിയപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പിൽ അവസാനിച്ചു. പക്ഷേ ഏതൊരു റിയാക്ഷനും ഒരു ഇനീഷ്യൽ റിയാക്റ്റൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു സൈക്കിൾ ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഓഫ് കുറച്ച് റിയാക്ഷൻസ് കഴിഞ്ഞിട്ടാണ് എൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്.
അപ്പോൾ ഓരോ ഇൻ്റർമീഡിയറ്റ്സ് ഫോം ചെയ്യാനും കുറേ എൻസൈംസ് ഉണ്ട് അല്ലേ. അപ്പോൾ മുന്നത്തെ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് അടുത്ത എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഇൻ്റർമീഡിയറ്റ്സ് ഫോം ചെയ്യാൻ. അപ്പം എല്ലാത്തിനും ആക്ടിവേഷൻ എനർജി ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതിൽ ഏത് സ്റ്റെപ്പിനാണ് ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ എനർജി ആവശ്യം എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിനെയാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മെറ്റബോളിക് റിയാക്ഷൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഇൻ്റർമീഡിയറ്റ് ഇടയിൽ വരുന്ന ഏതോ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ട ആക്ടിവേഷൻ എനർജി കൂടുതലാണെന്നാണ്. ചില റിയാക്ഷനിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്, ചിലതിൽ ഒന്നിൽ കൂടുതലുണ്ടാവാം. മൈക്കിളിസ് മെൻറ്റൻ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് മൈക്കിളിസ് മെൻറ്റൻ കോൺസ്റ്റൻറ്റ്. എന്താണ് മൈക്കിളിസ് മെൻറ്റൻ കോൺസ്റ്റൻറ്റ്? ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ദാറ്റ് റിലേറ്റ്സ് the rate of catalysis, the catalysis reaction rate, substrate concentration, enzyme concentration എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മൈക്കിളിസ് മെൻറ്റൻ കോൺസ്റ്റൻറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ദാറ്റ് റിലേറ്റ്സ് ദ റേറ്റ് ഓഫ് കാറ്റാലിസിസ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം. അപ്പോൾ ഈ ഒരു മൈക്കിളിസ് മെൻറ്റൻ കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാത്തമാറ്റിക്കൽ സൈഡാണ്. ഇപ്പോൾ അത്രയും ഡീറ്റെയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. അതൊരു PG ലെവലിലൊക്കെയാണ് നമ്മൾ ആ ഡെറിവേഷനൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ ഒരു ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ET വിതിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഒരു ഫ്രീ എൻസൈം, ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൽ ഫ്രീ എൻസൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ എൻസൈം മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് ആ ഒരു റിയാക്ഷൻ സിസ്റ്റത്തിലെ ഫ്രീ എൻസൈം കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ എത്ര എൻസൈം ആദ്യം ഉണ്ടായിരുന്നു, എത്ര യൂസ് ചെയ്തു എന്ന് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ എൻസൈം കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഡെറിവേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അത് പിന്നെ മാത്തമാറ്റിക്കൽ സൈഡിലേക്ക് മാറുകയാണ്. Michaelis Menten constant is denoted by Km and it is represented by the equation K2 plus K3 by K1. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്നിപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പ്യൂർലി മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ് ഈ ഇക്വേഷൻ. സോ അതിപ്പോൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അത് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. മാത്രമല്ല അതിപ്പോൾ നിങ്ങൾക്ക് അത്ര ആവശ്യമില്ല. ബെറ്റർ നിങ്ങളിപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കുന്നതായിരിക്കും. Km എന്ന് പറയുന്നത് മൈക്കിളിസ് മെൻറ്റൻ കോൺസ്റ്റൻറ്റ്, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ K2 പ്ലസ് K3 ബൈ K1. ഈ K2 K3 K1 ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ V0. മാക്സിമം വെലോസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ Vmax. ഓക്കെ, എന്താണ് Vmax എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? Vmax എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ആ റിയാക്ഷൻ റേറ്റ് ഉണ്ടല്ലോ, അതാണ് Vmax. പിന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ആൻഡ് ദീസ് ത്രീ ആർ ക്വാണ്ടിറ്റേറ്റീവ്ലി റിലേറ്റഡ് ത്രൂ Michaelis Menten constant. And this Km, the value of Km, it is different for different enzyme. ഓരോ എൻസൈമിനും Km വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ എൻസൈമിനും ഈ Km വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് എന്താ Km വാല്യൂ? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഫോർമുല K2 പ്ലസ് K3 ബൈ K1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ഓരോ എൻസൈമിനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു എൻസൈമും മറ്റൊരു എൻസൈമും തമ്മിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് എൻസൈംസ്. Km വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എൻസൈമിൻ്റെ Km വാല്യൂയും ആ എൻസൈമിന് സബ്സ്ട്രേറ്റിനോട് അപ്പോൾ ഈ Km വാല്യൂ സബ്സ്ട്രേറ്റ് എഫിനിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് ഒരു എൻസൈമിൻ്റെ Km വാല്യൂ ലോവർ ആണെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്ട്രേറ്റ് എഫിനിറ്റി ഹയർ ആയിരിക്കും. സബ്സ്ട്രേറ്റിനോട് ഉള്ള ഒരു സബ്സ്ട്രേറ്റായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് Km വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ
പക്ഷേ Km വാല്യൂ കൂടുതലാണെങ്കിൽ സബ്സ്ട്രേറ്റ് അഫിനിറ്റി കുറവായിരിക്കും. So using this Km value, Vmax and substrate concentration, we can determine the velocity of a reaction. Enzymatic reaction V is equal to Vmax into substrate concentration divided by Km plus substrate concentration. Okay, V എന്ന് പറയുന്നത് velocity of the reaction. Vmax is the maximum velocity of the reaction. S in square bracket എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ substrate concentration and Km is the Michaelis-Menten constant. So the velocity of an enzymatic reaction can be determined using Vmax, velocity, maximum velocity, substrate concentration, and Michaelis-Menten constant using this equation. Next is properties of an enzyme. First one, enzymes are giant molecules. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് പറഞ്ഞു അല്ലേ, 12,000 മുതൽ 1 മില്യൺ കൂടുതലാവാം, 1 മില്യണിനും കൂടുതലാവാം. സെക്കൻഡ് വൺ, ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസിക് സബ്സ്റ്റൻസ്, ആസിഡിക് ആൻഡ് ബേസിക് സബ്സ്റ്റൻസസ്. കാരണം ഈ എൻസൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ എൻസൈമും പ്രോട്ടീനാണ്. പ്രോട്ടീൻസ് ആർ ആംഫോട്ടറിക്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡിക് ആൻഡ് ബേസിക് സബ്സ്റ്റൻസ്. അങ്ങനെ വരുമ്പോൾ എൻസൈംസിനും ഈ ഒരു നേച്ചറുണ്ട്, ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡിക് ആൻഡ് ബേസിക് സബ്സ്റ്റൻസ്. ഇനി മൂന്നാമത്തത്, ഇറ്റ് ഷോസ് സെൻസിറ്റിവിറ്റി. It shows sensitivity to both temperature and pH. അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സാധാരണ ഒരു എൻസൈമിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ എൻവയൺമെൻറ്റ്, റിയാക്ഷൻ എൻവയൺമെൻറ്റ് ഈസ് ബിലോ ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഈ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ബൈൻഡിങ് നടക്കില്ല. ബൈൻഡിങ് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള ചാൻസ് കുറവാണ്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻസൈമിൽ കുറേ ഹൈഡ്രജൻ ബോൺസും ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസും ഒക്കെ ഉണ്ട്. അതാണ് ഒരു എൻസൈമിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എൻസൈമിൻ്റെ ഷേപ്പ് ഫ്ലെക്സിബിൾ ആണെങ്കിലാണ് സബ്സ്ട്രേറ്റിന് വന്നിട്ട് അതിൽ ബൈൻഡ് ചെയ്ത് കുറേ കൺഫർമേഷണൽ ചേഞ്ച് ഇൻഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറിയിൽ. ആ ഒരു ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറിയിൽ ആ കൺസെപ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻസൈമിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടും ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷനും ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ സബ്സ്ട്രേറ്റിന് അവിടെ വന്ന് ആ കൺഫർമേഷനിൽ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അത് ഈ ടെമ്പറേച്ചർ ഈ 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ചാൻസ് വളരെ കുറവാണ്. എബവ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 40 ഡിഗ്രിക്ക് മേലെയാണെന്നുണ്ടെങ്കിൽ എൻസൈമിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ബോണ്ട് വളരെ വീക്കായി പോവും. അപ്പോൾ എൻസൈമിൻ്റെ ഷേപ്പ് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻസൈം ഡീനേച്ചേർഡായി പോകും. പ്രോട്ടീനൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ ഡീനേച്ചറായി പോവില്ലേ, അതേപോലെ തന്നെ എൻസൈംസും ഡീനേച്ചേർഡായിട്ട് പോവും. ഇനി പി എച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് 6 to 8 ആണ്. ഇനി ചില എൻസൈംസ് അസിഡിക് ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പെപ്സിൻ, അവിടെ അസിഡിക് നേച്ചറാണുള്ളത്. അപ്പോൾ അവിടുത്തെ പി എച്ച് എന്ന് പറയുന്നത് 2 ആണ്. പക്ഷെ അതിൽ ഈ പെപ്സിൻ ആക്റ്റീവാണ്. പക്ഷെ നോർമൽ കേസിൽ സാധാരണ എൻസൈംസ് ഒക്കെ 6 to 8 പി എച്ചിലാണ് ഫങ്ഷൻ ചെയ്യുക. അതേപോലെ ടെമ്പറേച്ചറിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹോട്ട് സ്പ്രിങ്ങിലൊക്കെയുള്ള പ്രോകാരിയോട്സ് ഉണ്ടല്ലോ, അതായത് അസിഡിക് ആയിട്ടുള്ള നല്ല ഹോട്ടായിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന പ്രോകാരിയോട്സ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഈ എൻസൈമിൻ്റെ ആ ഒരു പ്രോകാരിയോട്സിലുള്ള എൻസൈംസിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് property is
They are organic catalyst. കാറ്റലിസ്റ്റ് ആണ്. എന്തുകൊണ്ട്? അത് ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യും. ഓർഗാനിക്കും ആണ്. ഇനി ഇറ്റ്സ് റിക്വയർഡ് ഇൻ സ്മോളർ എമൗണ്ട്. If the substrate is present in large amount, only a small amount of enzyme is needed for to bring about the reaction. Then next is enzymes are specific. ഈ പോയിന്റ് ഓൾറെഡി അറിയാലോ അല്ലേ? They react with only a particular substrate. ഇനി അടുത്തത് എന്താ? അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻസൈമിൻ്റെ ഫങ്ഷനാണ്. അതായത് ലോവർ ദി activation energy. Lower the activation energy. And ഇത്രയാണ് പ്രോപ്പർട്ടീസ്. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം. ആദ്യത്തെ രണ്ടെണ്ണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞുള്ളൂ. ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മൂന്നാമത്തെ മെറ്റൽസ്. കോഫാക്ടറിൽ നമ്മൾ പറഞ്ഞില്ലേ മെറ്റൽസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുമെന്ന്. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ എൻസൈമിനെ അത് ആക്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻസൈം ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റൽ ടു വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്. സാധാരണഗതിയിൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റും കൂടും. പക്ഷേ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റ് കുറയും. എന്താ കാരണം? നമ്മൾ പഠിച്ചു, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. And next factor which affect the enzyme activity is water. Water is necessary for an enzyme to function. നമ്മളുടെ വിത്തുകളിലൊന്നും വെള്ളമില്ല, അതുകൊണ്ടാണ് വിത്ത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് സാധിക്കുന്നത്, കേടൊന്നും വരാതെ. നമ്മളിപ്പോൾ കഴിക്കുന്ന പയർ, മുതിര, കടല ഇതെല്ലാം വിത്തുകളാണ്. പക്ഷെ അതിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അത് കേട് വരുന്നില്ല, എന്തെങ്കിലും പെസ്റ്റിൻ്റെ അറ്റാക്ക് ഒഴിച്ച്. വേറെ എൻസൈമാറ്റിക് അല്ലെങ്കിൽ ബയോളജിക്കലി അതിന് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ വെള്ളം തട്ടിക്കഴിഞ്ഞാലോ, സാധാരണ വിത്തുകളിലൊക്കെ വെള്ളം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കും, അങ്ങനെ ജെർമിനേഷൻ സംഭവിക്കും. ക്ലിയർ? അപ്പോൾ ഒരു എൻസൈമിന് ഫങ്ഷൻ ചെയ്യാൻ വാട്ടർ അത്യാവശ്യമാണ്. ഇനി അടുത്തത് എൻസൈം കോൺസെൻട്രേഷൻ. So enzyme concentration also affects the enzyme's activity. ഒരു എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റും കൂടുതലായിരിക്കും, പ്രൊവൈഡഡ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈസ് ഓൾസോ ഹൈ. സബ്സ്ട്രേറ്റ് അധികം അല്ലെങ്കിൽ പിന്നെ എൻസൈം കോൺസെൻട്രേഷൻ കൂടിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ദ ചാപ്റ്റർ എൻസൈം ഈസ് കംപ്ലീറ്റഡ്. ഞാൻ ടെക്സ്റ്റിലുള്ള പോർഷൻസ് തന്നെ എടുത്തിട്ടുള്ളൂ, എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല. സോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോട്ട് തരാം, അതല്ലെങ്കിൽ പറഞ്ഞ പോയിൻറ്റ്സ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ട്, അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക, ആ പോർഷൻ പഠിക്കുക കേട്ടോ, അത് മതി എക്സാമിന്.